ആഹ്ലാദം നിറഞ്ഞതായിരുന്നു ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം. ഓരോ നവാഗതരെയും PTA നേതൃത്വത്തിൽ വരവേറ്റത് മധുരം നൽകിയായിരുന്നു. ആശംസയറിയിക്കാനെത്തിയ ബാലരാമപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റതിഥികളും കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മധുരം നൽകിയതോടെ കുട്ടികളും ആഹ്ലാദത്തിലായി. അങ്ങനെ ആടിയും പാടിയുമായിരുന്നു അവരുടെ ആദ്യ ദിനം ആഘോഷിച്ചത്. 2 മാസത്തെ ദീർഘയിടവേളയ്ക്ക് ശേഷം 2025 അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ ജീവിതം വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ സ്കൂളുകളും പോലെ ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 31 സ്കൂളുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് തിരക്കേറിയതും ആയിട്ടുള്ള ഒരു സ്കൂളാണ് ബാലരാമപുരം സ്കൂള്. അപ്പോൾ ബാലരാമപുരം സ്കൂളിൽ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പുതിയ അഡ്മിഷൻ ഉണ്ട്. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സർക്കാർ സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പിന്നെ ഇവിടെ തുടർന്ന് പഠിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. തീർച്ചയായും ഇത്തവണ നമ്മൾ ലഡു, അതായത് മധുരം നൽകിയാണ് പുതിയ കുട്ടികൾക്ക് സ്വീകരണം ഏർപ്പെടുത്തിയത്. അത് തികച്ചും അവർക്കൊരു നല്ലൊരു അനുഭവമാണ്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതൊരു നല്ലൊരു വേറിട്ട അനുഭവമായിരുന്നു. ലഹരിക്കെതിരെ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നും ശക്തമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പരിപാടികളുമായിട്ട് PTA മറ്റും യോജിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഈ സ്കൂളിൽ. ഒരുപാട് കുട്ടികൾ, ഏകദേശം 1000-ഓളം കുട്ടികൾ ഈ സ്കൂളിൽ pre-KG മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നു എന്ന് പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് അറിഞ്ഞു. വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എങ്ങനെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നേരിടാം എന്നതും ഒരു പഠനമാണ് ശരിക്കും. അതുപോലെയുള്ള കുട്ടികളെ ഇന്നത്തെ ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ മാതാപിതാക്കളെക്കാൾ ഏറെ ഇവിടെയുള്ള അധ്യാപകർക്കാണ് കഴിയുന്നത്. കാരണം മാതാപിതാക്കൾ ആ കുട്ടികളെ കാണുന്ന 1-2 മണിക്കൂറാണ്. പക്ഷെ ബാക്കിയുള്ള മുഴുവൻ സമയവും രാവിലെ സ്കൂൾ തുറന്നത് മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെ സെക്കൻഡ് പാരന്റ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൽ ഈ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ സ്കൂളിലെ വളരെ പ്രഗത്ഭരായ ടീച്ചറും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്ററും അതുപോലെ PTA പ്രസിഡന്റ് ശ്രീ അഭിലാഷ് സാർ ഉൾപ്പെടെയുള്ള PTA അംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ മനോഹരമായി വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ കുട്ടികളോട് സംവദിക്കുക വഴി പുതുതലമുറയിലെ പുതിയ നാമ്പുകളെ കുറിച്ച് അറിയുവാനും കൂടെ കഴിഞ്ഞു. വളരെ രസകരമായ ഒരു സെക്ഷൻ ആയിരുന്നു ഇവിടെ ഇന്ന് നടന്നത്. വളരെയധികം സന്തോഷം. നന്ദി. ഈ വർഷത്തെ 2025-26 വർഷത്തെ പ്രവേശനോത്സവം വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ സ്കൂളും അധ്യാപകരും PTAയും ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ മക്കൾക്കെല്ലാം സ്കൂളിൽ വരുന്നതിനും ഇവിടെ 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ വന്നതിന് വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ മക്കളെല്ലാം എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അവരെ കൊണ്ട് എത്തിക്കുന്നതിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടെയാണ് സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ലഹരിക്കെതിരായിട്ടുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും നമ്മുടെ ബാലരാമപുരം SHO നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് ഈ ലഹരിക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണവും സ്കൂളിൽ പോലീസിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും ബാലരാമപുരം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്നും വളരെ സഹായകരമായ കാര്യമാണ് ഈ സ്കൂളിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. PTA പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് നമ്മുടെ ഈ ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ മിക്കവാറും എല്ലാ ഫണ്ടുകളും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിന്റെ ലൈബ്രറി അടക്കം പുതിയ ജിംനേഷ്യം സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ ഭാഗമായിട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ ജിംനേഷ്യം അടക്കം കൊണ്ടുവന്ന് കായികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അത് പ്രത്യേകിച്ച് കുടുംബശ്രീ അതുപോലെ തന്നെ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ സ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനത്തിലും മറ്റുമെല്ലാം നന്നായിട്ട് സഹായം ഈ സ്കൂളിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഞാൻ ഇവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. പക്ഷെ മികച്ച PTA പ്രവർത്തനം അത് അഭിനന്ദനം തന്നെയാണ്. കഴിഞ്ഞ ഒരു കാലമായിട്ട് PTA ജോയിൻ ചെയ്ത സമയം മുതൽ എനിക്ക് ആ PTയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരോട് സഹകരിക്കാനും കഴിഞ്ഞതിൽ ഭയങ്കര അഭിമാനവും, അതുപോലെ തന്നെ എന്താണ് പ്രവർത്തനങ്ങൾ അവർക്ക് അഭിനന്ദനവും അർഹിക്കുന്ന ഒന്നാണ്. അവർ കാഴ്ചവെക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മികവുറ്റ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സ്കൂളിന്റെ പിന്നെ ചവിട്ടുപടികളിൽ അവർ വയ്ക്കുന്ന ഓരോ കാഴ്ചവടുകളും വളരെ മികവാർന്ന തന്നെയാണ്. അത് എടുത്തു പറയേണ്ടതായിട്ട് തന്നെയാണ് ഉള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? അപ്പൊ വേറെ ഈ ഉണ്ണി വെച്ച് തന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഉണ്ണിയോരു ചെടി നട്ടു നനച്ചു വളർത്തിടുന്നു. ഉണ്ണി മരമല്ല, ചെടിയാണ് നമ്മളല്ലേ. ഉണ്ണിയൊരു ചെടി നട്ടു നനച്ചു വളർത്തിടുന്നു. ഉണ്ണി വളരും പോലെ ചെടിയും വളർന്നിടുന്നു. ഉണ്ണിയൊരു ചെടി നട്ടു നനച്ചു വളർത്തിടുന്നു. ഉണ്ണി വളരും പോലെ ചെടിയും വളർന്നിടുന്നു. ഇതിന് അർത്ഥം എന്താ ചെയ്യുന്നത്? മരമെല്ലാം പൂക്കളായി, പൂക്കളെല്ലാം കായ്കളായി. മരമെല്ലാം പൂക്കളായി. എന്താ സംഭവിച്ചത്? പൂക്കൾ വന്നതിന് ശേഷം മരം, പൂക്കളെല്ലാം കായ്കളായി. കായ്കളെല്ലാം പഴുത്തു മണം പരത്തി. അങ്ങനെ ഇത്തവണത്തെ ബാലരാമപുരം സ്കൂളിന്റെ പ്രവേശനോത്സവം ഏറെ വ്യത്യസ്തത നിറഞ്ഞത് തന്നെയായിരുന്നു. ഈ അധ്യയന വർഷം വിവിധ പദ്ധതികളാണ് ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA നേതൃത്വത്തിൽ ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുള്ളത്.